ഞാൻ HDFC പേസ് ആപ്പിൻ്റെ ഒരു പിക്സൽ പ്ലേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക. അതിൻ്റെ അകത്ത് നമ്മൾ A to Z എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, സംഭവിച്ച തെറ്റുകൾ, എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എനിക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ കാർഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് പ്ലസ് ഒരു ചെറിയൊരു ബ്രീഫിംഗ് വീഡിയോ മാത്രമാണ്. ഈ ഒരു കാർഡ് ഞാൻ എന്തായാലും ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഫസ്റ്റ് ബില്ല് വന്നതിന് ശേഷം അത് പേ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യുന്നതാണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ക്ലോസ് ചെയ്യാം അതിനെപ്പറ്റി ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. നമുക്കിത് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് പേസ് ആപ്പിലെ സപ്പോർട്ട് സെക്ഷനിൽ നമുക്ക് കാർഡ് ക്ലോസിംഗ് റിക്വസ്റ്റ് അവൈലബിൾ ആണ്. ബില്ലൊക്കെ പേ ചെയ്ത ശേഷം അതുവഴി നമുക്ക് കാർഡ് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാർഡിൻ്റെ ഒരു ബ്രീഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്യാഷ് ബാക്ക് വേരിയൻ്റ് കാർഡാണ്. നമുക്ക് ക്യാഷ് പോയിന്റ് ആയിട്ട് കിട്ടും. ഒരു ക്യാഷ് പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ₹1. എന്നിട്ട് 1000 ക്യാഷ് പോയിന്റ് ആകുവാൻ നേരം നമുക്കിത് റിഡീം ചെയ്ത് നമുക്ക് പേസ് ആപ്പിനെ തന്നെ വാലറ്റിലേക്ക് എടുക്കാം. വാലറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. എന്നാൽ ജസ്റ്റ് വൗച്ചേഴ്സ് മാത്രമല്ല നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിന് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് പോയിന്റ്, വാലറ്റിലേക്ക് വരുന്ന ക്യാഷ് പോയിന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റിഡീം ചെയ്തെടുക്കാനും സാധിക്കുമെന്ന് കമൻറ്റ് വന്നിരുന്നത്. സോ അതുകൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ 1000 ക്യാഷ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഇക്വലൻ്റ് ₹1000. 1000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 5% ക്യാഷ് ബാക്ക് ആണ്. അതായത് ക്യാഷ് പോയിന്റ് നമുക്ക് ക്യാഷ് പോയിന്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 2 കാറ്റഗറി ചൂസ് ചെയ്യാം. 2 കാറ്റഗറിയിൽ നമുക്ക് 5% ക്യാഷ് പോയിന്റ് കിട്ടും. ഒന്നാമത്തെ ഒരു കാറ്റഗറി ബുക്ക് മൈ ഷോ, സൊമാറ്റോ, പിന്നെ വരുന്നത് മേക്ക് മൈ ട്രിപ്പ്, ഊബർ, പിന്നെ ബ്ലിങ്കിറ്റ്, റിലയൻസ്, റിലയൻസ് സ്മാർട്ട് ബസാർ, പിന്നെ ക്രോമ, റിലയൻസ് ഡിജിറ്റൽ, പിന്നെ നൈക്ക, മിന്ത്ര. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 കാറ്റഗറി ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് ഒന്നാമത്തേത് ബുക്ക് മൈ ഷോ, സൊമാറ്റോ, മറ്റൊന്ന് മേക്ക് മൈ ട്രിപ്പ്, ഊബറാണ്. അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 5% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് സ്മാർട്ട് ബേയിൽ നമുക്ക് 5% ബെനിഫിറ്റ് വരുന്നുണ്ട്. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേസ് ആപ്പ് 3 കാറ്റഗറി ഉണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3% ക്യാഷ് ബെനിഫിറ്റ് കിട്ടും. ഞാൻ ചൂസ് ചെയ്തത് ആമസോൺ പോയിന്റ് ആണ്. പിന്നെ മറ്റെല്ലാം എലിജിബിൾ സ്പെൻഡിങ്ങിന് നമുക്ക് 1% ക്യാഷ് പോയിന്റും കിട്ടും. നമുക്ക് സെലക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിയൊക്കെ 3 മാസം കൂടുമ്പോൾ നമുക്ക് പേസ് ആപ്പ് വഴി തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് റുപ്പേ വേരിയൻ്റ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് മറിച്ചിന് UPI പേയ്മെന്റ് ചെയ്യാം. അതിന് ക്യാഷ് പോയിന്റ് വരുന്നുണ്ട്. നമുക്കൊരു മാസം അപ് ടു 500 ക്യാഷ് പോയിന്റ് വരെ നേടാം. 1% ക്യാഷ് പോയിന്റ് ആണ് UPI സ്പെൻഡിങ്ങിന് ഓഫർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസ കാർഡാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് UPI പേയ്മെന്റിനായിട്ട് മറ്റൊരു വിർച്വൽ കാർഡ് കൂടി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പേസ് ആപ്പിൻ്റെ പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കിലാണ് നമ്മളുടെ HDFC ബാങ്കിൻ്റെ പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് വരുന്നത്. ഇതൊരു ഡിജിറ്റൽ വേരിയൻറ്റ് കാർഡാണ്. അവരുടെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റും എല്ലാം വരുന്നത് അവരുടെ ഒരു പേസ് ആപ്പ് എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വലിയ പേപ്പേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലായതാണ്. ഇതിനകത്ത് വരുന്ന കണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു പേപ്പർ ബോക്സ്, അതിനുള്ളിലായിട്ട് ഇങ്ങനൊരു ബോക്സ് വരുന്നുണ്ട്. ഈ ഒരു ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഒരു കാർഡ്, ഇത്ര മാത്രമാണുള്ളത്. സാധാരണയായിട്ട് നമുക്ക് ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പേപ്പർ ഡോക്യുമെൻ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അത് അങ്ങനെ കുറേ പേപ്പേഴ്സ് കാണും. പക്ഷേ ഇതിൽ അവർ മാക്സിമം അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പാക്കിങ്ങിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഫർമേഷന് വേണ്ടി QR കോഡ് കൊടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് ഡിജിറ്റലി ആക്സസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതുപോലെ തന്നെ മെമ്പർ എഗ്രിമെൻറ്റ്, പിന്നെ കീ ഫാക്ട് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ട ചാർജും കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു QR കോഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളുടെ ആ ഒരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ടോപ്പിലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഇതിൽ നിന്ന് പിക്ക് ചെയ്യാം. ഒന്നാമതായിട്ട് നമുക്ക് ബുക്ക് മൈ ഷോ, സൊമാറ്റോ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് കാറ്റഗറിയിൽ ക്രോമയുണ്ട്, റിലയൻസ് ഡിജിറ്റലുണ്ട്, പിന്നെ ഫാഷൻ ആണെങ്കിൽ മിന്ത്ര, നൈക്ക, ഗ്രോസറിയിൽ ബ്ലിങ്കിറ്റ് ഉണ്ട്, സ്മാർട്ട് ബസാർ ഉണ്ട്, പിന്നെ നമുക്ക് ട്രാവൽ ആണെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, ഊബർ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 പിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്തത് ഒന്ന് ഡൈനിങ് എൻ്റർടൈൻമെൻറ്റ്, ബുക്ക് മൈ ഷോ, സൊമാറ്റോ ആണ്. പിന്നെ ഞാൻ ബുക്ക് ചെയ്തത് ഈ ഒരു ട്രാവൽ കാറ്റഗറിയിലാണ്, മേക്ക് മൈ ട്രിപ്പ്, അതുപോലെ തന്നെ ഊബർ. അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് ഞാൻ പിക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് 2 പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു പേസ് ആപ്പ് വഴി 3 മാസം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു കാറ്റഗറി ചേഞ്ച് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ താഴത്തെ ഒരു സെക്ഷനിലാണ് നമുക്ക് നമ്മളുടെ ഈ ഒരു പിക്സൽ പ്ലേ കാർഡ് വരുന്നത്. ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്തത് ഇതാണ്. അപ്പോൾ നമുക്ക് 3 കളർ വേരിയൻറ്റ് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇതുണ്ട്, പിന്നെ ഒരു യെല്ലോ ഉണ്ട്, പിന്നെ ഈ ഒരു കളറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 3 കളർ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫിസിക്കൽ കാർഡ് വരുന്നതും അതുപോലെ തന്നെ ആപ്പിൻ്റെ നമുക്ക് വിർച്വൽ കാർഡ് ആക്സസിൻ്റെ ആ ഒരു സെക്ഷനിലും കാര്യങ്ങളിലൊക്കെ കളറും കാര്യങ്ങളൊക്കെ വരുന്നതും. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആപ്പിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ കാർഡിൻ്റെ കളറും ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും കാർഡിന് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് പുതിയ കളറിൽ നമുക്ക് അവർ കാർഡ് അയച്ചു തരും. ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ
ക്ലീൻ ആണ്, പ്ലാസ്റ്റിക് ആണ്, നമ്മൾ നോർമൽ ഒരു ക്വാളിറ്റി, പ്രത്യേകിച്ച് എടുത്ത് അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി വലുതായിട്ട് പറയാനൊന്നുമില്ല, നോർമൽ ജസ്റ്റ് ഒരു ക്വാളിറ്റി കാർഡ്. ഇവിടെ നമുക്ക് ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യും, അതിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വിസ വേരിയൻ്റ് ആണ്, ജസ്റ്റ് വിസ വേരിയൻ്റ് ആണ്, അല്ലാതെ ഒരു പ്രീമിയം വേരിയൻ്റ് ഒന്നുമല്ല. പിന്നെ HDFC ബാങ്കിൻ്റെ ലോഗോ, പിന്നെ പിക്സൽ പ്ലേ ആ ഒരു കാർഡിൻ്റെ ലോഗോ, പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മളുടെ പേര് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് നമ്മളുടെ കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ്, അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു പേപ്പറിൽ കാർഡ് കഴിഞ്ഞാൽ താഴെ വരുന്ന സെക്ഷനിൽ ഈ ഒരു കാർഡിന് തന്നെ മറ്റു ബെനിഫിറ്റ് ആണ്. നമുക്ക് 3 മർച്ചൻ്റ് ഉണ്ട്, പേസാപ്പ് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം പിക്ക് ചെയ്യാം. അതിൽ നമുക്ക് 3% ബെനിഫിറ്റ് കിട്ടും. ഞാൻ പിക്ക് ചെയ്തത് ആമസോൺ ആണ്. അപ്പോൾ ആമസോണിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3% ക്യാഷ് ബാക്ക് കിട്ടും. നമുക്ക് ഇതും 3 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് പറഞ്ഞ രീതിയിൽ 3 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ഒരു യെല്ലോ കളറുണ്ട്, പിന്നെ POP പോപ്പ് എന്ന് പറഞ്ഞ കളറുണ്ട്, പിന്നെ ഐസ് എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. അങ്ങനെ 3 കളറുണ്ട്. ഞാൻ പിക്ക് ചെയ്ത് ഇതാണ്. ഇത് നമുക്ക് ആപ്പ് വഴി ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഫിസിക്കൽ കാർഡ് വേണ്ടി റിക്വസ്റ്റ് ചെയ്താൽ മതിയാകും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് ഇഷ്ടമുള്ള ബില്ലിംഗ് സൈക്കിൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എല്ലാ ഡേറ്റും അവൈലബിൾ അല്ല, ഇവർ തന്നെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബില്ലിംഗ് സൈക്കിൾ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മറ്റെല്ലാ എലിജിബിൾ കാറ്റഗറിയിലും 1% ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്ക് പേസാപ്പ് ആപ്പ് വഴി തന്നെ നമുക്ക് എലിജിബിൾ ട്രാൻസാക്ഷൻ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൻ്റെ ചാർജായിട്ട് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും 500 രൂപ പ്ലസ് GST കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കാർഡ് കിട്ടി 90 ദിവസത്തിനുള്ളിൽ 20,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ് ഫീസ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. പിന്നെ റിന്യൂവൽ ഫീസ് വേവ് ചെയ്യാനായിട്ട് ആനുവലി 1,00,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. പക്ഷേ ഇതിപ്പോൾ നിലവിൽ ഞാൻ എടുത്തത് ലൈഫ് ടൈം ഫ്രീ വേരിയൻ്റ് ആയിട്ടാണ്. അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പേസാപ്പ് കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടും. ഈ ഒരു പേപ്പർ ഡോക്യുമെൻറ്റ് കോമൺ ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത് ഈ ഒരു കാർഡിൻ്റെ മാനേജ്മെൻ്റ് ആണ്. നമുക്ക് പേസാപ്പ് ആപ്പ് വഴി തന്നെ കാർഡിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം. കാർഡ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ സ്വൈപ്പ് ടു പേ, അത് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നമ്മളുടെ പേസാപ്പ് ആപ്പിലൊരു പോപ്പപ്പ് വരും, അത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് EMI കാര്യങ്ങളൊക്കെ ഒരു പേസാപ്പ് ആപ്പ് വഴി തന്നെ മാനേജ് ചെയ്യാം. റിയൽ ടൈം ആയിട്ട് ആപ്പിൽ അലർട്ടും കാര്യങ്ങളൊക്കെ വരും. പിന്നെ റിവാർഡ് ട്രാക്കർ, പിന്നെ ഇൻ ആപ്പ് ഹെൽപ്പ് സെൻറ്റർ, നമുക്ക് ഈ ഒരു പേസാപ്പ് ആപ്പ് വഴി തന്നെയാണ് ഹെൽപ്പ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഡോക്യുമെൻറ്റ് പ്ലസ് ഒരു കാർഡ്, ഇത്രയുമാണ് നമുക്ക് ആ ഒരു വെൽക്കം കിറ്റിൽ വന്നത്. നിങ്ങളൊരു പിക്സൽ പ്ലേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.